ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിലേക്ക് തഹാവൂർ റാണയെ എത്തിക്കാൻ പോവുകയാണ്. അവിടെ വ്യോമസേന വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് തഹാവൂർ റാണയെ എന്ന പുതിയ അപ്ഡേറ്റ് ആർ അച്യുതനും ബൽറാം രംഗാടിയും പങ്കുവെക്കുന്നു. ഒപ്പം ഡൽഹി പോലീസിന് സുരക്ഷ കൂട്ടണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബൽറാമിലേക്ക് കടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം ചേരുന്നുണ്ട്. ബൽറാമിൽ അല്പസമയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിലവിൽ തഹാവൂർ റാണയെ അവിടെ പാലം എയർഫോഴ്സ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി പട്യാല ഹൗസ് കോടതിയിലേക്കാണ് എത്തിക്കുക. അവിടെയാണ് NIA സംഘം കൂടുതൽ സുരക്ഷ ഒരുക്കി കാത്തു നിൽക്കുന്നത്. അവിടെ NIA സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 30 ദിവസത്തെ കസ്റ്റഡിയിൽ ഈ തഹാവൂർ റാണയെ വേണമെന്നാണ് NIA ആവശ്യപ്പെടുക. അങ്ങനെ ആ കസ്റ്റഡി അപേക്ഷ ആ രീതിയിൽ അനുവദിക്കുകയാണെങ്കിൽ, കോടതി അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് റാണയെ കൊണ്ടുപോവുക NIA ആസ്ഥാനത്തേക്കാണ്. അവിടെയും കൂടുതൽ സംഘമുണ്ട്. പ്രത്യേകിച്ചും 12 അംഗ സംഘത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് NIA. ഈ ചോദ്യം ചെയ്യൽ അവരായിരിക്കും നടത്തുക. കൃത്യമായ ചോദ്യാവലിയൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. പക്ഷേ നഗരം ഇപ്പോൾ, അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനം ഇപ്പോൾ പൂർണ്ണമായും ഡൽഹി പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണെന്ന് പറയാം. എല്ലായിടത്തും കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പൂർണ്ണമായി സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ തഹാവൂർ റാണയെ കോടതിയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കടുത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതലിടങ്ങളിലേക്ക് ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. കാരണം രാജ്യം നടങ്ങിയ 2008 നവംബർ 26 തുടങ്ങി 5 ദിവസം നീണ്ടുനിന്ന ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും ഇപ്പോൾ ബൽറാം രംഗാടി ചേരുന്നു. ബൽറാം, ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പട്യാല ഹൗസ് കോടതിയിലേക്ക് തഹാവൂർ റാണ എത്തും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ പാലം എയർഫോഴ്സ് വിമാനത്താവളത്തിൽ നിന്നും റാണയെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസിന്റെ സുരക്ഷ എത്രമാത്രമുണ്ട്? ഏത് രീതിയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ? പ്രജിൻ, കനത്ത സുരക്ഷ തന്നെ ഡൽഹി പോലീസ് തഹാവൂർ റാണയെ പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഡൽഹി നഗരത്തിൽ പൂർണ്ണമായും ഉണ്ട്. ഈ പാലം ടെക്നിക്കൽ വിമാനത്താവളത്തിൽ നിന്നും പട്യാല ഹൗസ് കോടതിയിലേക്ക് ഉള്ള റോഡ് മുഴുവനായും തന്നെ പോലീസ് വലയത്തിലാണ്. എത്രയും വേഗം തഹാവൂർ റാണയെ ഇവിടെ എത്തിക്കുന്നതിനായി റോഡിൽ എല്ലായിടത്തും തന്നെ സിഗ്നലുകൾ ഉൾപ്പെടെയുള്ളവ ഡൽഹി പോലീസ് പ്രത്യേക ക്രമീകരണത്തിലൂടെ ഈ വാഹനം കടത്തിവിടാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തഹാവൂർ റാണയെ ഓൺലൈനായി ഹാജരാക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അല്പസമയം മുമ്പാണ് പാലം വിമാനത്താവളത്തിൽ നിന്നും തഹാവൂർ റാണയുമായുള്ള വാഹന വ്യൂഹം പുറപ്പെട്ടത്. ഏതാണ്ട് 15 മിനിറ്റിനകം തന്നെ ഇവിടെ പട്യാല ഹൗസ് കോടതിയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പാലം വിമാനത്താവളത്തിൽ നിന്നും ഈ പട്യാല ഹൗസ് കോടതിയിലേക്ക് 17 കിലോമീറ്ററോളമാണ് ഉള്ളത്. എന്നാൽ മറ്റ് യാത്രാതടസ്സങ്ങളോ ട്രാഫിക് സിഗ്നലുകളോ ഒഴിവാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഡൽഹി ഒരുക്കിയിരിക്കുന്നു. പട്യാല ഹൗസ് കോടതിക്ക് പരിസരത്ത് വീണ്ടും പോലീസ് വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ഏത് സമയവും ഈ തഹാവൂർ റാണയുമായുള്ള വാഹന വ്യൂഹം പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തും. നേരത്തെ തന്നെ അഭിഭാഷകർ ഏതാണ്ട് 6 മണിയോട് കൂടി തന്നെ അഭിഭാഷകരടക്കമുള്ള സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നീണ്ട കാത്തിരിപ്പായിരുന്നു ഇത്രയും സമയം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ തഹാവൂർ റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ, കൂടാതെ NIAക്ക് വേണ്ടി ഹാജരാകുന്ന പ്രത്യേക അഭിഭാഷകൻ അടക്കമുള്ളവർ എല്ലാം തന്നെ എത്തിയിരിക്കുന്നു. NIAക്കായി മുതിർന്ന അഭിഭാഷകരുടെ ഒരു സംഘമാണ് തഹാവൂർ റാണയുടെ കേസിൽ ഹാജരാകുന്നത്. 30 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുവാനാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. തഹാവൂർ റാണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലാണ് NIA ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രതികളുടെ പങ്ക്, പാകിസ്ഥാനുമായുള്ള പങ്ക് എന്നിവ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കും എന്ന പ്രതീക്ഷ NIAക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അതിൽ രഹസ്യമായി തന്നെ ഈ തഹാവൂർ റാണയെ ഡൽഹി പട്യാല ഹൗസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് NIAയുടെ ലക്ഷ്യം. കൂടാതെ തിഹാർ ജയിലിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ തിഹാർ ജയിൽ അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം എത്തുകയും CCTV ഉൾപ്പെടെ ക്രമീകരിച്ച ഒരു മുറി, കനത്ത സുരക്ഷയൊരുക്കിയ ഒരു സെല്ല് തഹാവൂർ റാണയ്ക്കായി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. NIA ആസ്ഥാനത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
നേരത്തെ ഈ പട്യാല ഹൗസ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നില്ല, ഓൺലൈനായി മാത്രമായിരിക്കും ഹാജരാക്കുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറ്റി നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന NIA കോടതി ജഡ്ജി അടക്കമുള്ളവർ കോടതിയിലേക്ക് എത്തുകയുമായിരുന്നു. ഇന്ന് അവധി ദിവസമാണ്. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് 7 മണിയോടുകൂടിയാണ് ജഡ്ജി അടക്കമുള്ളവർ എത്തിയത്. അഭിഭാഷക സംഘവും ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. തഹൂർ റാണയെ വിമാനത്താവളത്തിൽ വൈകിട്ട് 6:22 എത്തിച്ചത്. തുടർന്ന് മറ്റ് നടപടികൾ, അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നു. ആ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യ പരിശോധന ഉൾപ്പെടെ നടത്തിയ ശേഷമാണ് ഇപ്പോൾ അല്പസമയത്തിനകം പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണം, പ്രത്യേകമായ കവചിത വാഹനം അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തഹൂർ റാണയ്ക്കായി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസിനെ കൂടാതെ NIA-യുടെയും NSG-യുടെയും റോയുടെയും സംഘം തഹൂർ റാണയ്ക്ക് ഒപ്പമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഡൽഹി നഗരത്തിലുള്ള സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്നത്. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തഖാവൂർ റാണിയെ പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷം അവിടുന്ന് NIA അഭിഭാഷകർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. കോടതിയുടെ ഉത്തരവനുസരിച്ചായിരിക്കും പിന്നീടുള്ള നീക്കങ്ങളെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും 2008 മുംബൈ ഭീകരാക്രമണം, അതിനുശേഷം 2009 US വെച്ച് അറസ്റ്റിലായ തഖാവൂർ റാണയെ നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ആ കോൺവോയ് കാണാം. വലിയ സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയിലാണ് ഇപ്പോൾ തഖാവൂർ റാണയെ പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ വാഹന നിരയുണ്ട്. അതിലൊന്നിലാണ് പ്രത്യേകം ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലൊന്നിലാണ് തഖാവൂർ റാണയെ പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിനകം കോടതിയിലേക്ക് റാണ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനമാണ്, സുരക്ഷാ ക്രമീകരണമാണ് അവിടെ ഡൽഹി നഗരത്തിലുടനീളം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളും ഒപ്പം കാഴ്ചകളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം വരാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഓരോ ഇടങ്ങളിലും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസുകാരെ കാണാം. ആ ഭാഗത്തോടു കൂടിയാണ് പട്യാല ഹൗസ് കോടതിയിലേക്ക് തഖാവൂർ റാണയും വഹിച്ച് വാഹനങ്ങൾ വരിക. അവിടെ നിരനിരയായ വാഹനങ്ങൾ, അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു വലിയ കോൺവോയ് എന്ന് പറയാം. അങ്ങനെ അതിലേത് കൃത്യമായി മുന്നിലും പിറകിലുമായി സുരക്ഷാ വാഹനങ്ങളുണ്ട്. ആ അത്യന്തം സുരക്ഷ ഏർപ്പെടുത്തിയാണ് തഖാവൂർ റാണയെ ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കേസ്, അതുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്താൻ പോകുന്നത്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, 2009 US വെച്ച് അറസ്റ്റിലായ ശേഷം പിന്നീട് ഇങ്ങോട്ട് പലകുറി ഇന്ത്യയുടെ ആവശ്യം തഖാവൂർ റാണയെ വിട്ടുകിട്ടണം ഇന്ത്യയിലേക്ക് എന്നതായിരുന്നു. അതിന് 15 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇന്ത്യ അത് സ്വായത്തമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വിജയം കൈവരിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ച തഖാവൂർ റാണയാണ് ഇപ്പോൾ NIA ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാൻ പോകുന്നത്. അങ്ങനെ പട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും സാഹചര്യങ്ങൾ? പ്രജിൻ, തഹൂർ റാണയെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്ര വിജയം തന്നെയാണ് ഈ തഹൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും നിയമത്തിന് മുന്നിൽ ഹാജരാക്കാനും കഴിയുക എന്നുള്ളത്. ഏതാണ്ട് 15 വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടം. ഈ സംഭവം 2008 ഭീകരാക്രമണത്തിന് തൊട്ട് പിന്നാലെ 2009 തന്നെ തഹൂർ റാണയെ അറസ്റ്റിലായിരുന്നു US. അതിനുശേഷം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു, നീണ്ട നിയമ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നത് ഒഴിവാക്കുന്നതിനായി തഹൂർ റാണയും നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ തഹൂർ റാണയുടെ അപേക്ഷ നിരസിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഈ യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഡൽഹി പട്യാല ഹൗസ് കോടതിയിലേക്ക് തഖാവൂർ റാണയെ എത്തിക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ ഇടങ്ങളിലും അത്രമാത്രം സുരക്ഷ ഏർപ്പെടുത്തിയാണ് തഖാവൂർ റാണയെ കോടതിയിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. വീണ്ടും തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാം. അവിടെ ഡൽഹി പോലീസിന്റെ വാഹന വ്യൂഹമുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒരു ചെറിയ ഇടവേള കഴിയും.